നമസ്കാരം. നിലമ്പൂരിലെ പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിച്ചതിന്റെ ആവേശ കാഴ്ചകളാണ് ഇന്ന് ഇതുവരെ പ്രധാനമായും പ്രേക്ഷകർ കണ്ടത്. ഇനി ജനകീയ മണിക്കൂറിന് നേരമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് പ്രേക്ഷകരെ അറിയിക്കാനും അതിൽ ഇടപെടൽ നടത്താനുമാണ് ഈ വാർത്താ നേരം നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെ പതിവ് പോലെ നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതില്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. അങ്ങനെ ഓരോ ഇടത്തെയും പ്രശ്നങ്ങൾ തേടിയുള്ള യാത്രയിൽ നമ്മൾ തൊടുപുഴയിൽ കണ്ടൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഗതികേടിലാണ് തൊടുപുഴയിലെ പന്നിമറ്റത്തെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എന്ന് തന്നെ പറയാം. 2.5 വർഷം മുൻപ് ബലക്ഷയത്തെ തുടർന്ന് അങ്കണവാടി മാറ്റിയെങ്കിലും പുതുതായി കണ്ടെത്തിയ സ്ഥലത്ത് കെട്ടിടം പണിയാൻ കഴിയില്ല എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. സമീപവാസി വിലയ്ക്ക് വാങ്ങിയ സ്ഥലം കാലങ്ങളായി വെറുതെ കിടക്കുകയാണ്. അപ്പോഴും താൽക്കാലികമായി പ്രവർത്തിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിൽ കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കൾ ഭയപ്പെടുന്നു. ഇതാണ് തൊടുപുഴ പന്നിമറ്റം കുറുവക്കയം അങ്കണവാടി കെട്ടിടം. താരതമ്യേന മെച്ചപ്പെട്ട കെട്ടിടമാണ് എങ്കിൽ പോലും ഇവിടെ വിദ്യാർത്ഥികളെ അയക്കാൻ രക്ഷിതാക്കൾക്ക് പേടിയാണ്. അതിൻ്റെ കാരണം കാട് മൂടിക്കിടക്കുന്ന ഈ പരിസരം മാത്രമല്ല. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മിനി വ്യവസായ കേന്ദ്രമാണ് അങ്കണവാടി കെട്ടിടമായി ഇപ്പോൾ നിലനിൽക്കുന്ന ഈ പ്രദേശം. ചെറുകിട വ്യവസായങ്ങൾക്കും സംരംഭങ്ങൾക്കുമായി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചതാണ് ഈ കെട്ടിടങ്ങൾ. അങ്കണവാടിയുടെ തൊട്ടടുത്ത് കുടുംബശ്രീയുടെ ബാംബു പ്രോജക്റ്റ് യൂണിറ്റ് ഉണ്ട്. സമീപവാസികളുടെ വാഹനം കൊണ്ടുവന്ന് നിർത്തുന്നതും ഇതേ അങ്കണവാടിയുടെ അങ്കണത്തിൽ തന്നെ. പോരാത്തതിന് പരിസരമാകെ കാട് മൂടിയ അവസ്ഥ. കുട്ടികളിപ്പോൾ ഈ വർഷം കുറവാണ്. കഴിഞ്ഞ വർഷം 8 കുട്ടികൾ LKGയിലേക്ക് ഈ പ്രാവശ്യം പോയായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ കിടക്കണോണ്ട് ആൾക്കാർക്കൊരു പേടി പോലെയുണ്ട്. പിള്ളേർ വിടാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സ്ഥാപനമൊക്കെ പ്രവർത്തിക്കണോണ്ടേ അങ്ങനെ ഒരു ഇതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 8 പിള്ളേർ, അതിന് മുമ്പ് 10, 12 അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ പ്രാവശ്യം ന്യൂ അഡ്മിഷൻ 4 പേരേ ഉള്ളൂ. സ്ഥലം 2 വർഷമായി മേടിച്ചിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. MP ഫണ്ട് അനുവദിച്ചു, ഉടനെ പണിയുമെന്നാണ് കഴിഞ്ഞ ദിവസവും കൂടെ പ്രവേശനോത്സവത്തിന് വന്നപ്പോഴും കൂടെ നമ്മുടെ അടുത്ത് അവർ പറഞ്ഞത്. 2.5 വർഷം മുമ്പ് സ്വന്തമായ ഒരു കെട്ടിടമുണ്ടായിരുന്ന കുറുവക്കയം അങ്കണവാടിക്ക് ബലക്ഷയം നിമിത്തം അവിടെ നിന്ന് മാറേണ്ടി വന്നു. തൊട്ടു പിന്നാലെ സമീപത്ത് തന്നെ സ്വകാര്യ വ്യക്തി 10 സെന്റ് സ്ഥലം വാങ്ങി അങ്കണവാടിക്ക് നൽകുകയും ചെയ്തു. എന്നാൽ അങ്കണവാടിയുടെ നിർമ്മാണം പൂർത്തിയായില്ല. തുടങ്ങാൻ പോലും സാധിച്ചില്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. മിനി വ്യവസായ കേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏവർക്കും മനസ്സിലാകും. ഈ സാഹചര്യം എത്രയും വേഗം മാറ്റി സുരക്ഷിതമായ അന്തരീക്ഷത്തിലേക്ക് ഈ അങ്കണവാടി സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. വ്യവസായശാലകൾ പ്രവർത്തിക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ പൊടിശല്യം രൂക്ഷമാണ്. ഇതിനു പുറമെയാണ് കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ജീവികളുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയവും. സുരക്ഷിതമല്ലാത്ത ഒരിടത്തേക്ക് കുട്ടികളെ വിടാൻ ഭയമാണ് എന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മറ്റു പലരും പല അങ്കണവാടികളും തേടിപ്പോയി. നിലവിലുള്ളത് 5 കുട്ടികൾ മാത്രമാണ്. 15-ലേറെ കുട്ടികൾ പഠിച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ വിരലിൽ എണ്ണാവുന്നവരിലേക്ക് ഈ സംഖ്യ മാറിയത്. തൊടുപുഴ നഗരത്തിൻ്റെ സമീപ പ്രദേശമാണ് എങ്കിൽ പോലും താരതമ്യേന വരുമാനം കുറഞ്ഞ മേഖലയാണ് വെള്ളിയാമറ്റം. സ്വന്തമായി ഭൂമിയുണ്ടായിട്ടും വെള്ളിയാമറ്റം പഞ്ചായത്ത് കെട്ടിടം പണിയാൻ തയ്യാറാകുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. എത്രയും പെട്ടെന്ന് ബാലവാടി പണിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ സ്ഥലം വ്യക്തി മേടിച്ചു കൊടുത്തത്. ഇപ്പം നിലവിൽ 2.5 വർഷക്കാലമായി ഈ ബാലവാടി നിലവിൽ പണിതിട്ടുമില്ല, അതിനുള്ള ഫണ്ടും സ്വരൂപിച്ചിട്ടില്ല. ഇപ്പം നിലവിൽ അനാസ്ഥയാണ്. പഴയ അങ്കണവാടിയും ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലാണ്. അതേസമയം പഞ്ചായത്തിനും വ്യക്തമായ മറുപടിയുണ്ട്. പുതിയ സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിലും അതിൻ്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള നടപടികൾ പൂർത്തിയായത് 9 മാസങ്ങൾക്ക് മുമ്പാണ് എന്നാണ് വാർഡ് മെമ്പർ പറയുന്നത്. പുതിയ സ്ഥലം കണ്ടെത്തിയെങ്കിലും പഞ്ചായത്തിന് തനത് ഫണ്ടില്ല. പ്രദേശത്തു നിന്ന് ലഭിക്കുന്ന ചെറിയ ടാക്സ് മാത്രമാണ് ഏക വരുമാനം. ഇതിന് പിന്നാലെ ഇടുക്കി MPയോടും MLAയോടും സഹായം ചോദിച്ചെങ്കിലും ഇതുവരെ ലഭ്യമായിട്ടില്ല. കാരണങ്ങൾ പറഞ്ഞ് കൈയൊഴിയാൻ ഒരുപാട് അവസരമുണ്ട്. എങ്കിലും ഒരു നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും സുരക്ഷിതത്വത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ തല ഉയർത്തി തന്നെ നിൽക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ശിശുക്ഷേമ വകുപ്പിൻ്റെയും കടുംപിടുത്തങ്ങൾ ഒഴിവാക്കി കുട്ടികൾക്ക് സുരക്ഷിതമായ മറ്റൊരു സ്ഥലം ലഭിക്കാനുള്ള സൗകര്യമെങ്കിലും ചെയ്തു തരണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ. 24 തൊടുപുഴ. പൊതുജനം കഴുതയല്ല സാർ.
എന്തായാലും മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ കൈകഴുകി പോവുക അതല്ലല്ലോ ഈ പ്രശ്നത്തിൽ വേണ്ടത്. കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ്. ഏവരും വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അതിൽ ഇടപെടാൻ അധികൃതർ മടിക്കുന്നത് എന്നതാണ് സംശയം. മഴക്കാലമാണ്, അത് പ്രത്യേകിച്ചും പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ദുരിതം, അവിടുത്തെ ആശങ്കകൾ അത് കൂടി വരികയും ചെയ്യുന്നുണ്ട്. മഴയെക്കുറിച്ചാണ് ഇനി നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. സംസ്ഥാനത്ത് 3 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. വടക്കൻ കേരളത്തിൽ ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ, പാലക്കാട്, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും തത്സമയം. അലക്സ്, അപ്പോൾ സംസ്ഥാനത്തെ മഴ സാഹചര്യം അത് തീവ്രമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിലൊക്കെ തന്നെ അതിശക്തമായ മഴ അത് മണിക്കൂറുകളായി നിർത്താതെ പെയ്യുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വേണ്ട മുൻകരുതൽ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോഴും പലയിടങ്ങളിലായി ഒറ്റപ്പെട്ട നാശനഷ്ട സംഭവങ്ങൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്താണ് പൊതു സാഹചര്യം സംസ്ഥാനത്തെ? വരും ദിവസങ്ങളിലൊക്കെ മഴ ഏതൊക്കെ ഇടങ്ങളിലാണ് കനത്ത് പെയ്യുക? പ്രജൻ, സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം കൂടി ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതേസമയം വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഇന്നും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ജാഗ്രത ഇന്നും തുടരേണ്ടതുണ്ട്. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തുടരേണ്ടതുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദിവസവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രജൻ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും പശ്ചിമ ബംഗാളിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അതും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിന് മുകളിലായി പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയും ചെയ്യുന്നു. ഇതിൻ്റെ സ്വാധീനമാണ് ഈ മഴ കനക്കാൻ കാരണം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അതിതീവ്ര മഴ വ്യാപകമായി ലഭിക്കില്ല. പകരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ മഴയ്ക്കായിരിക്കും സാധ്യത. പക്ഷേ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ റെഡ് അലേർട്ടിന് പുറമെ കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലാകട്ടെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതായത് 10 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നാളെ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ 3 ദിവസം സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങൾ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ തന്നെ മലയോര മേഖലയിലൊക്കെ കാര്യമായി മഴ ലഭിക്കും. ഈ മഴയ്ക്കൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ദിവസം അതായത് ഇന്ന് സംസ്ഥാനത്ത് ശക്തമായ കാറ്റ്, മണിക്കൂറിൽ പരമാവധി 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. നാളെയും മറ്റന്നാളും മണിക്കൂറിൽ പരമാവധി 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനാണ് സാധ്യത. തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. തീരത്ത് ശക്തമായ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ഒരു പൊതു സാഹചര്യമാണ് മഴയുമായി ബന്ധപ്പെട്ട് അലക്സ് റിപ്പോർട്ട് ചെയ്തത്. പെട്ടെന്നൊന്ന് കൊച്ചിയിലേക്കൊന്ന് പോകണം. കനത്ത മഴയിൽ അവിടെ തൃക്കാക്കരയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു എന്നൊരു വാർത്ത അവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പള്ളത്തുപടി വളവക്കാട്ട് റോഡിലേക്കാണ് ഈ മണ്ണ് ഇടിഞ്ഞു വീണത്. എസ് ശ്യാംകുമാർ അവിടെ നിന്നും വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്യാം, എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ മഴ ദുരിതം അത് പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ മണ്ണിടിഞ്ഞ ദൃശ്യം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റോഡിലേക്ക് പൂർണ്ണമായും മണ്ണിടിഞ്ഞു വീണ നിലയിലാണ്. എന്താണ് അവിടുത്തെ ജനങ്ങളുടെയൊക്കെ ആശങ്കകളും പരാതികളും? പ്രജിൻ, ഇന്ന് വൈകുന്നേരമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. തൃക്കാക്കര നഗരസഭയിൽ പള്ളത്തുപടി വളവക്കാട് എന്ന് പറയുന്ന റോഡിലാണ് സമീപത്തുണ്ടായിരുന്ന ആ ഒരു കുന്നിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മണ്ണിടിഞ്ഞു വീണ അപകടമുണ്ടായത്. ഈ സമയത്ത് അവിടെ ആരുമില്ലായിരുന്നു. പക്ഷേ ഇനിയും ആ പ്രദേശത്ത് മണ്ണിടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതിന് ആ റോഡിൻ്റെ വശങ്ങളിൽ നിരവധി വീടുകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഇനി വീണ്ടും മഴ ശക്തമായാൽ ഇങ്ങനെ മണ്ണ് വീണ്ടും ഇടിഞ്ഞു വീണാൽ അതൊരു അപകട സാധ്യതയായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ ഫയർഫോഴ്സും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ അവിടെ എത്തിയിരുന്നു. ഏതായാലും നിലവിൽ ആളുകളോട് മാറി താമസിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ രാത്രി വീണ്ടും മഴ ശക്തമായാൽ മണ്ണിടിഞ്ഞു വീഴുമോ എന്നുള്ള പേടി നാട്ടുകാർക്കുണ്ട്. പ്രജിൻ. യെസ്, ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. അങ്ങനെ മഴക്കാലത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ അതിങ്ങനെ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ തൃക്കാക്കരയിൽ നിന്നാണ് ഈ മണ്ണിടിഞ്ഞ വാർത്ത പുറത്തു വന്നത്. നേരത്തെ നമ്മൾ അങ്കണവാടിയുടെ വാർത്ത അത് കണ്ടപ്പോൾ ഒരുപാട് പ്രേക്ഷകർ അതുമായി ബന്ധപ്പെട്ട പല കമൻറ്റുകളും ഇടുന്നുണ്ട്. അതിൽ ആരിഫ് ഹാഷ്മി കളത്തൂർ പറയുന്നു, അങ്കണവാടി കുട്ടികൾക്ക് പഠിക്കാൻ സുരക്ഷിതമായ ഒരു ഇടം ഒരുക്കേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസ നയങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കാണാതെ പോകരുത്, പരിഹാരമുണ്ടാകണം എന്നൊരു ആവശ്യമാണ് ആരിഫ് ഹാഷ്മി മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട ആർക്കും മറ്റൊരു അഭിപ്രായമില്ല. കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ.
വീണ്ടും മഴയുമായി ബന്ധപ്പെട്ട മറ്റു റിപ്പോർട്ടുകളിലേക്ക് നമുക്കൊന്ന് പോകാം. 4 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ വടക്കൻ കേരളത്തിൽ ഇന്നും വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പലയിടത്തും വെള്ളം കയറി. ചെറുവത്തൂർ കുളങ്ങാട് മലയിൽ വിള്ളൽ രൂപപ്പെട്ടു. കൊട്ടിയൂർ ബാവലിപ്പുഴയിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. വടക്കൻ കേരളത്തിൽ ഇന്നും മഴ കനത്തു. നദികളിലെ ജലനിരപ്പ് ഉയരുമെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും 2 പേരാണ് ഇന്ന് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. ഇടവിട്ട് പെയ്യുന്ന അതിശക്ത മഴയിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് കനത്ത നാശനഷ്ടം. കുട്ലുവിൽ ഇന്നലെ കാണാതായ ഭവാനിയുടെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപത്തെ തോട്ടിലായിരുന്നു മൃതദേഹം. ചെറുവത്തൂർ കുളങ്ങാട് മലയിൽ വിള്ളൽ രൂപപ്പെട്ടു. നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിയിലെ 30 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൈതക്കാട് ജവാൻ നഗറിൽ മണ്ണിടിഞ്ഞു. കോടോം ബേളൂർ പഞ്ചായത്തിലെ അടുക്കം മൂപ്പിൽ അബ്ദുള്ളയുടെ വീട് കനത്ത മഴയിൽ തകർന്നു. തേജസ്വിനി പുഴ കരകവിഞ്ഞതോടെ നെടുംകണ്ടത്തെ 10 വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്തെ ചുണ്ണാമ്പ് ഫാക്ടറി പകുതിയോളം മുങ്ങി. ഇതുവരെ ഇങ്ങനെ നമ്മൾ ഒരു 10-15 വർഷം മുമ്പിലാണ് ഇത്ര വലിയ വെള്ളം ഇവിടെ വന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഇത്ര വലിയ വെള്ളം ഇവിടെ കയറി. വലിയ നഷ്ടം തന്നെ നമ്മൾ ഈ പ്രദേശത്തിൽ എല്ലാവർക്കും ഭയങ്കര നഷ്ടം തന്നെ. മഞ്ചേശ്വരം മിയാപദവിൽ മണ്ണിടിച്ചിലുണ്ടായി. കണ്ണൂർ, തളിപ്പറമ്പ് നഗരങ്ങളിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കാക്കത്തോട്, മുക്കോല, അള്ളാംകുളം എന്നിവിടങ്ങളിൽ കടകളിൽ വെള്ളം കയറി. കുപ്പത്ത് വീണ്ടും വീടുകളിലേക്ക് വെള്ളവും ചെളിയും ഇരച്ചെത്തി. തളിപ്പറമ്പ് മുയ്യം റോഡിൽ മതിൽ തകർന്ന് ബൈക്ക് യാത്രികന് പരുക്കേറ്റു. കൂനം സ്വദേശി സുനേഷിനാണ് പരുക്കേറ്റത്. വെള്ളം കയറിയതിനെ തുടർന്ന് ചെറുകുന്ന് LP സ്കൂളിന് അവധി നൽകി. കൊട്ടിയൂർ ദർശനത്തിനിടെ ബാവലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാന്തിന്റെ മൃതദേഹം കണ്ടെത്തി. പുഴയിൽ കാണാതായ കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്തിനായി തിരച്ചിൽ തുടരുകയാണ്. കോഴിക്കോട് മാവൂരിൽ വീടിന് മുകളിൽ തെങ്ങും പനയും വീണ് 2 പേർക്ക് പരുക്കേറ്റു. തോറക്കാളിൽ ഖദീജ, ഉമ്മത്തി എന്നിവർക്കാണ് പരുക്കേറ്റത്. വളയം മഞ്ചാന്തറ വലിയപറമ്പത്ത് ബാലന്റെ വീട്ടുമുറ്റത്തെ കിണറിടിഞ്ഞു. മലപ്പുറം പൂക്കോടുംപാടം, പായമ്പാടം, തേനാമൂച്ചി കുട്ട്യാലിയുടെ വീട്ടിലെ കിണറിടിഞ്ഞു. ശക്തമായി മഴ പെയ്യുന്നതിനാൽ മലബാർ മേഖലയിലെ മലയോര പാതകളിൽ യാത്രകൾക്ക് നിയന്ത്രണമുണ്ട്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ നാളെയും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഭൂരിഭാഗം നദികളിലെയും ജലനിരപ്പ് ഉയർന്നതിനാൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. മഴയുണ്ടാകുമ്പോഴുണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ കടലാക്രമണം. ഈ കടലാക്രമണ ഭീഷണിയിൽ നിന്ന് കണ്ണമാലിക്ക് യാതൊരു മോചനവുമില്ല. ശക്തമായ കടൽക്ഷോഭം മൂലം വീടുകൾ തകർന്ന സാഹചര്യത്തിൽ റോഡ് ഉപരോധവുമായി പ്രദേശവാസികൾ ഇന്ന് രംഗത്ത് വരുന്ന കാഴ്ചയും കണ്ടു. ഒടുവിൽ കലക്ടർ ഇടപെട്ടതോടെയാണ് ഒരു വിഭാഗം ഈ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. മനോഹരമായ കടൽ തീരത്താണ് താമസിക്കുന്നത്. പക്ഷേ കടൽ ഇത്തരത്തിലേക്കൊന്ന് ക്ഷോഭിച്ചാൽ ഇല്ലാതാകുന്നതാണ് ഇവിടെയുള്ള ജീവിതങ്ങൾ. പലകുറി പലതവണ പറഞ്ഞു മടുത്തതാണ്, എന്നിട്ടും പരിഹാരമാകുന്നില്ല. കാലവർഷത്തിന്റെ 2ാം വരവോടെയാണ് കണ്ണമാലിയിൽ കടലാക്രമണം രൂക്ഷമായത്. കടൽക്ഷോഭത്തെ തുടർന്ന് വീടുകൾ പൂർണ്ണമായും വെള്ളത്തിലായി. വെള്ളം പങ്കിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഇന്നലെ ഞങ്ങളുടെ ബാത്റൂം കാണുന്നത് അതെല്ലാം പോയി കിടക്കാൻ, അതൊന്നും പോകാൻ പറ്റില്ല. എൻ്റെ വീട് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. അവിടെ കുറെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ മറ്റേ ബാത്റൂമിൽ പോകാൻ പറ്റില്ല, അവിടെ നിറഞ്ഞിട്ട് പുസ്തകമൊക്കെ പൊക്കത്തടുത്ത് വെച്ചേക്കണേ. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. വയോധികർക്ക് മരുന്നില്ലാത്ത സാഹചര്യം. പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് ഒരു ജനത. ഒരു പ്രാവശ്യം MPയും കലക്ടറും ഇവിടെ വന്നിട്ടുണ്ട്. MLA എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതുവരെ ഇങ്ങോട്ട് കാലുകുത്തിയിട്ടില്ല. അവിടെ തൊട്ട് അവിടം വരെ എല്ലാ വീടും പൊളിഞ്ഞു കിടക്കണേ. മൊത്തം ഇവിടെ നാറിക്കിടക്കണ്ട. ആരും ഇങ്ങോട്ട് തിരിഞ്ഞൊന്നും നോക്കണമെന്നില്ല. നമ്മ പിന്നെ ഈ സാധനം പിന്നെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് കൂട്ടി പിന്നെ ശരിയാക്കും, പിന്നെയും പൊളിഞ്ഞു പോകും. കഴിഞ്ഞ വർഷം സമരം നടത്തിയപ്പോൾ കളക്ടർ വന്ന്, സബ് കളക്ടറാണ് വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ അടുത്ത വർഷം നിങ്ങൾ ഒന്നും അറിയേണ്ടി വരില്ല, ഇവിടെ കല്ല് വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. കല്ല് എവിടെ? കഴിഞ്ഞ ദിവസങ്ങളിലായി 8ഓളം വീടുകളാണ് തകർന്നത്. പിന്നാലെയാണ് വള്ളവും വലയുമായുള്ള പ്രതിഷേധം. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് റോഡിൽ കിടന്ന് ഞങ്ങൾ ജോലിക്ക് പോകാതെ കിടന്ന് ഉപരോധിച്ചിട്ട് പോലും അതിനൊരു ശക്തമായ നടപടി ഇതുവരെ സർക്കാർ എടുത്തിട്ടില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ എങ്ങനെ? ഭക്ഷണം കഴിച്ച് ബാത്റൂമിൽ പോകണം, ഭക്ഷണം കഴിക്കണ്ടേ നിൽക്കണം, ബാത്റൂമിൽ പോകാതെ നിൽക്കണമെങ്കിൽ കല്ലുണ്ടെങ്കിൽ മാത്രമേ ഇലക്ഷൻ സഹകരിക്കുള്ളൂ. ഇപ്രാവശ്യം ഒരു പാർട്ടിക്കും ചെയ്യല, അങ്ങനെയാണ് എല്ലാവരും തീരുമാനം എടുക്കുന്നത്. താത്കാലികമായി ജിയോ ബാഗുകൾ സ്ഥാപിക്കുക, കടൽ ഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുക, തകർന്ന വീടുകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുക എന്ന ആവശ്യങ്ങളിലായിരുന്നു പ്രതിഷേധം. പിന്നാലെ കൊച്ചി തഹസിൽദാർ സ്ഥലത്ത്. കളക്ടറുമായി ആശയവിനിമയം നടത്തിയെന്നും ADB ഫണ്ട് അനുവദിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയെന്നും തഹസിൽദാർ. ഞാൻ ഇന്നലെ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തുള്ളിൽ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി ആ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കേണ്ടത് സർക്കാർ തലത്തിലാണ്.
സാറിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാവുന്നൊരു ഉറപ്പ് സാറ് നൽകുകയാണ്. അത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം ഇത്രയും നാൾ ഫണ്ടില്ലാതിരുന്നെന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ ഫണ്ടിന്റെ കാര്യം സാറ് തന്നെ പറയുന്നത് ADB വായ്പ അത് കിട്ടും. നേരത്തെ കിഫ്ബിയുടെ ഫണ്ടിങ്ങിനെ പറഞ്ഞപ്പോൾ അത് പെൻഡിങ്ങിൽ കിടക്കുകയാണ്. പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതായി നാട്ടുകാർ വ്യക്തമാക്കി. നടപടി വേഗത്തിലായില്ലെങ്കിൽ പ്രതിഷേധം തുടരാനാണ് കണ്ണമാല നിവാസികളുടെ തീരുമാനം. ഉപരോധത്തിനും പ്രതിഷേധത്തിനും പിന്നാലെ ഇന്നും ജില്ലാ ഭരണകൂടവും അധികാരികളും ഒക്കെ ഉറപ്പുമായി എത്തി. ഈ ഉറപ്പുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. പക്ഷെ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഇവിടെ നിന്നും മനസ്സിലാക്കുന്നത്. ഇനിയും നടപടിയില്ലെങ്കിൽ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് കണ്ണമാല നിവാസികളുടെ തീരുമാനം. കൊച്ചിയിൽ നിന്നും MT അതീഷിനൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. കണ്ണമലയിൽ മാത്രമല്ല, സമാനമായ പ്രശ്നങ്ങൾ നായരമ്പലത്തും ഈ ചെല്ലാനത്തും ഒക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ളതാണ്. മഴക്കാലം വരുമ്പോൾ അവരുടെ ദുരിതവും ആശങ്കയും അതിങ്ങനെ ഉയർന്നു തന്നെയിരിക്കും. ഇനി കൂരായണം. അങ്ങനെ കൊട്ടും പാട്ടും മേളമായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കിട്ടുക അവസാനിച്ചു. ഇത്രയും ദിവസം എന്തൊക്കെ ആരോപണ പ്രത്യാരോപണങ്ങളായിരുന്നു. ഇനി നമുക്ക് കുറച്ച് സ്നേഹപ്രകടനാവാം. ഈ പ്രചാരണത്തിന് വേണ്ടി നമ്മുടെ സ്വരാജ് റോഡിൽ കൂടെ ഇങ്ങനെ പോവായിരുന്നു. അപ്പതാണ്ട കാറിലിരുന്ന ഒരാൾ കൈവീശി കാണിക്കണു. ഓ, പ്രതാപേട്ടന്റെ ഒരു സ്നേഹപ്രകടനം കണ്ട. ഇത് കണ്ടിട്ട് കോൺഗ്രസ് നേതാക്കളുടെ കിളി പോയിണ്ടാവും. അല്ല, ഈ M സ്വരാജിന് കൈ കൊടുക്കണ കണ്ടിട്ടല്ലോ. മൂപ്പര് ഇവിടെയും പ്രചാരണത്തിന് വന്നോന്ന് ആലോചിച്ചിട്ട്. അല്ല, തൃശ്ശൂരിലെ പ്രചാരണത്തിന്റെ ആഫ്റ്റർ എഫക്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതാലോചിച്ചിട്ട് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കള് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിണിക്കാറുണ്ടെന്നാണ് കേട്ടത്. പ്രത്യേകിച്ച് മുരളീധരേട്ടൻ. ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോ എന്റെ ഗ്രാഫും പോയി, കൂടെ പ്രതാപന്റെ ഗ്രാഫും. ഏയ്, അതുപോലെ ആവില്ല ഇവിടെ. ഇത് ജസ്റ്റ് സൗഹൃദത്തിന്റെ പുറത്ത് സംസാരിച്ചതല്ലേ. ആശംസ നേരണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ലോ എന്നാണ് പ്രതാപേട്ടൻ M സ്വരാജിനോട് പറഞ്ഞത്. അതെന്താ പ്രതാപേട്ടൻ അങ്ങനെ പറഞ്ഞത്? സംതിങ് ഫിഷി. നമ്മുടെ അടുത്ത സുഹൃത്തല്ലേ, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് സാധിക്കുന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിച്ചു. കണ്ട M സ്വരാജ് ജയിക്കണം എന്നാണ് TM പ്രതാപന്റെ ആഗ്രഹം എന്ന് പറയണത്. കണ്ട എന്റെ കൊമ്രേടെ, നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ആ ഷൗക്കത്തേട്ടനെ ടെൻഷൻ ആക്കിക്കല്ലേട്ടാ. ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാനും. ഇതുകൊണ്ടൊന്നും തീർന്നില്ല സഖാവ് M സ്വരാജിന്റെ അടുത്ത ലക്ഷ്യം അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ വീടാണ്. വേറെ ആളുകളെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത് വന്നപ്പോൾ പ്രകാശേട്ടൻ്റെ ഭാര്യയും മകളെയും ഒക്കെ ഒന്ന് സന്ദർശിക്കാം, സൗഹൃദം പുതുക്കാം എന്ന് കരുതി വന്നതാണ്. ഇനി ഇതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കളെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. VV പ്രകാശിന്റെ വീട്ടിൽ പോയതും സൗഹൃദ സന്ദർശനം എന്നാണ് സ്വരാജ് പറയണത്. പെട്ടെന്നൊരു സൗഹൃദ സന്ദർശനം തന്നെയായിരിക്കും. അല്ല, അതുകൊണ്ട് എന്താ തെറ്റ്? അദ്ദേഹം പോട്ടെ. ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെയും വീട്ടിൽ പോകാനുള്ള അവകാശവും അധികാരമുണ്ട്. ഞാൻ എത്ര മാസശേരെ കണ്ട്. നേതാക്കളായ ഇങ്ങനെ വേണട്ടാ. അല്ല സതീശേട്ടാ, എന്നിട്ട് എന്ത് നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാടൻ സൗഖ്യത്ത് VV പ്രകാശിന്റെ വീട്ടിൽ പോവാഞ്ഞേ? അല്ല, അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത്? ആ വീട്ടിലായ പോണത്? VV പ്രകാശിന്റെ വീട്ടിൽ എന്തിനാ ഷൗക്കത്ത് പോണത്? അത് പോകേണ്ട ആവശ്യമില്ല. ഇതെന്താ സതീശേട്ടൻ ഇങ്ങനെ പറഞ്ഞേ? ഈ മനസ്സിലിരിപ്പ് അറിയാണ്ട് പുറത്തു വന്നതായിരിക്കോ? എന്തായാലും VV പ്രകാശിന്റെ വീട്ടിൽ ഇപ്പൊ തന്നെ സൗഹൃദ സന്ദർശനം നടത്താൻ കാണിച്ച സഖാവിന്റെ ആ ഒരു മനസ്സുണ്ടല്ലോ, അടിപൊളിയാണ്ടാ. സ്വരാജ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരെയും സമീപിക്കുന്നുണ്ട്, വോട്ട് അഭ്യർത്ഥിച്ച് എല്ലാവരെയും സമീപിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും സമീപിച്ച കൂട്ടത്തിൽ പഴയ പ്രകാശന്റെ, കോൺഗ്രസ് നേതാവായിരുന്ന പ്രകാശന്റെ കുടുംബത്തെയും സന്ദർശിച്ചിട്ടുള്ളത് ശരിയാണ്. അയ്യോ സഖാവേ, അങ്ങനല്ല. വോട്ട് ചോദിക്കാൻ വേണ്ടി പോയതല്ല, സൗഹൃദം പുതുക്കാൻ വേണ്ടി പോയതാ. അങ്ങനെ വേണം പറയാൻ. ഞാൻ നടത്തിയത് വ്യക്തിപരമായ ഒരു സന്ദർശനമാണ്, ഒരു സൗഹൃദ സന്ദർശനമാണ്. സ്വരാജ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരെയും സമീപിക്കുന്നുണ്ട്, വോട്ട് അഭ്യർത്ഥിച്ച് എല്ലാവരെയും സമീപിക്കുന്നുണ്ട്. രണ്ടുപേര് രണ്ടു തരത്തിൽ പറയുന്നത് കേട്ടിട്ട് ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അതിന് സമയനഷ്ടം എന്നല്ലാതെ വേറൊന്നുമില്ല. നേരത്തെ അൻവർ പോയായിരുന്നില്ല. അൻവർ പോയതിനു ശേഷം സ്മിത പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രകാശ് ചേട്ടൻ്റെ പാർട്ടിയാണ്, കോൺഗ്രസ്സാണ്, കോൺഗ്രസിന്റെ വിജയമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ പലതരം അടവ് നയങ്ങൾ പുറത്തെടുത്തതിനു ശേഷം ഇവിടെ മുന്നണികള് കൊട്ടിക്കലാശം കിട്ട ആഘോഷാക്കി. ഒരാളൊഴികെ PV അൻവർ മാത്രം കൊട്ടിക്കലാശം നടത്തിയില്ല. ഇനി ഞാൻ ഒരുപാട് വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല.
എനിക്കിനി കുറേ ആളുകളെ കാണാനും വോട്ട് പറയാനൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് നീങ്ങാണ്. നിങ്ങളെല്ലാരും പാട്ടും കൂത്തൊക്കെ ആയിട്ട് കുട്ടിക്കലാശം നടത്തിക്കോളൂ. ആ സമയത്തും ഞാൻ വീട് കയറി പ്രചാരണം നടത്തുന്നതാണ് PV അൻവർ പറയുന്നത്. മാത്രല്ല കുട്ടിക്കലാശം നടക്കുമ്പോ അവിടെ ഭയങ്കര ഗതാഗത കുരുക്കായിരിക്കില്ലേ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം, ഒന്നും ഞാൻ ചെയ്യില്ല എന്നാണ് അമ്പൂക്ക പറയണത്. ഓ, അമ്പൂക്ക ഒരു മാതൃക പുരുഷോത്തമൻ തന്നെ. പറഞ്ഞ് മൂപ്പൊരു വോട്ട് മുഴുവനും വാരിക്കൊണ്ടുപോവോ? അൻവർ ഈ പറയുന്നത്ര വലിയ ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ചോട്ട് എന്തായാലും പിടിക്കും. അത് 9 വർഷം MLA ആയിരുന്ന ഒരാളല്ലേ. ആരുടെ വോട്ട് അൻവറേട്ടൻ പിടിക്കുക? വോട്ടായിരിക്കും കൂടുതൽ പിടിക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. LDF വോട്ട് അല്ലേ? UDF വോട്ടോ അല്പസ്വല്പം വല്ലതും പോയേക്കാം, പക്ഷെ ഞങ്ങളെ അത് ബാധിക്കാൻ പോകുന്ന കാര്യമല്ല. ഇപ്പൊ അല്പസ്വല്പം UDF വോട്ട് PV അൻവറിന് കിട്ടുന്നായ എന്താണ് ചെന്നിത്തലാജി ഒരു ഭയം പോലെ? 75,000 വോട്ടിൽ കുറയാത്ത വോട്ട് ചെയ്യാൻ പഠിക്കും. നിലമ്പൂര് വിധി എഴുതാൻ ഇനി ആകെ ഒരു ദിവസം കൂടിയുള്ളൂ. ആര് വാഴും ആര് വീഴുന്ന് നമുക്ക് കാത്തിരുന്ന് കാണാട്ടാ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ട്ടാ. വെൽക്കം ബാക്ക്. വാർത്തകളിലേക്കാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് പെട്ടെന്ന് കടക്കുന്നു. പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുഞ്ഞിന്റെ മാതാവ് ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രി അധികൃതർ വിവരമറിച്ചതിനെ അനുസരിച്ച് ഇലവന്തിട്ട പോലീസാണ് മൃതദേഹം കണ്ടെത്തിയത്. 21-കാരിയായ അവിവാഹിതയാണ് കുഞ്ഞിന് ജന്മം നൽകിയത്. അയൽ വീട്ടിലെ പറമ്പിലാണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, സങ്കടകരമായ വാർത്തയാണ്, വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, ഇന്ന് രാവിലെയാണ് ഈ 21-കാരിയായ സ്ത്രീ ചെങ്ങന്നൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. ആന്തരിക രക്തസ്രാവവുമായി ബന്ധപ്പെട്ടാണ് ചികിത്സ തേടിയത്. ഈ ഘട്ടത്തിൽ ഇവിടുത്തെ ഡോക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട വലിയ സംശയം തോന്നുന്നു. പിന്നീട് ഈ വിഷയം പോലീസിനെ അറിയിച്ചു. അങ്ങനെ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്താൻ ശ്രമം നടത്തി. കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം വിവരം പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് 21-കാരിയുടെ മെഴുവേലിയിലെ വീടും പരിസരവും പോലീസ് അരിച്ചു പെറുക്കി. പിന്നാലെയാണ് അടുത്ത വീട്ടിലെ ഈ ബന്ധുവിൻ്റെ കൂടി അടുത്ത വീട്ടിലെ ആൾതാമസമില്ലാത്ത വീട്ടിലെ പറമ്പിൽ നിന്ന് ഇങ്ങനെ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള നവജാത ശിശുവിൻ്റെ മൃതശരീരം പോലീസിന് ലഭിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായൊരു അന്വേഷണം നടത്തുന്നുണ്ട്. കുറച്ച് അല്പസമയം മുമ്പ് പ്രദേശത്ത് പോലീസ് എത്തുകയും പോലീസ് അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി കുട്ടിയുടെ മൃതദേഹം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് സംഘവും ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. 21-കാരി പത്തനംതിട്ട ഒരു ആശുപത്രിയിൽ ചെല്ലുകയും അവിടെ കുറച്ചധികം ക്രിട്ടിക്കൽ ആയതുകൊണ്ട് ആശുപത്രിക്കാർ ഈ ചെങ്ങന്നൂർ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത് വിടുകയുമായിരുന്നു ഉണ്ടായത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഗർഭിണിയാണെന്നോ ഡെലിവറി കഴിഞ്ഞെന്നോ വിവരം ഈ പെൺകുട്ടി ആശുപത്രി അധികൃതരോട് പറഞ്ഞിരുന്നില്ല. ആശുപത്രി അധികൃതർ നടത്തിയ പരിശോധനയിൽ, ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് ഇത്തരം ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് എന്തായാലും കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. 2 ദിവസത്തോളം പ്രായം കുട്ടിക്കുണ്ടെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണം. പെൺകുഞ്ഞാണ്. ഈ മുത്തശ്ശിയുടെ ഉൾപ്പെടെ പ്രതികരണം നമ്മൾ ചോദിച്ചിരുന്നത്. മുത്തശ്ശി പറയുന്നത് ഈ കാര്യത്തിൽ തങ്ങൾക്കൊന്നും അറിയില്ല, ഇന്ന് രാവിലെ ആശുപത്രിയിലേക്ക് പോയി എന്നൊക്കെയാണ്. എന്തായാലും വലിയ ദുരൂഹതയാണ്. ഒരു അമ്മയ്ക്ക് മാതൃത്വത്തിന് ഇങ്ങനെ ജനിച്ച കുഞ്ഞിനോട് ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്രൂരതയുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും മരണകാരണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തത വരും. എന്തായാലും ഇലവന്തിട്ട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ടാണ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പെൺകുട്ടിയെയും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രജിത്ത്, AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ മഴ ദുരിതവുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളൊക്കെ വരുന്നുണ്ട്. കോഴിക്കോട് നിന്നും സമീർ സി മുഹമ്മദ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. കനത്ത മഴയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു എന്നാണ് വാർത്ത. താമരശ്ശേരി വെഴുപ്പൂർ അമ്പലക്കുന്ന് രമണിയുടെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. മറ്റൊരു കാര്യം, ശക്തമായ കാറ്റിൽ മരം വീണ് അപകടമുണ്ടായിട്ടുണ്ട്. കോഴിക്കോട് കൊളത്തറ ഫൈസലിന്റെ വീടിന് മുകളിലാണ് ഈ മരം വീണത്. ആളപായമില്ല എന്ന് പറയുന്നു. കാറ്റിൽ തെങ്ങ് മറിഞ്ഞ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു എന്നൊരു വാർത്ത കൂടി സമീർ സി മുഹമ്മദ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പൊതുജനം കഴിയില്ല സാർ എന്ന പരിപാടിയുടെ സമയം പൂർത്തിയാവുകയാണ്. കൂടുതൽ ജനകീയ വിഷയങ്ങളുമായി നാളെ ഇതേ സമയം.